ഹലോ വേസ്, ഒരു മിനി ഫ്ലവർ വേസ് ഉണ്ടാക്കിയാലോ? ആദ്യം ഒരു ബഡ്സ് എടുക്കുക. എന്നിട്ട് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം. ഞാനിപ്പോൾ വൈലറ്റ് കളറിന് വേണ്ടി റിമിൽക്കിൻ്റെ ഒരു കൂടെ എടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നീളത്തിലൊരു സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ തോരണാക്ക പോലെ തുരുവരാന്ന് ചുമ്മാ നീളത്തിൽ താഴോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിടണം. മുഴുവൻ മുറിഞ്ഞു പോകാതെ നോക്കിക്കോണം. ഒരു പകുതി വരെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഫുള്ള് കട്ട് ചെയ്തെടുക്കണം. തീരെ വീതി കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ ഒരിടത്ത് സെലോ ടേപ്പ് കട്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞു പീസ് ഒട്ടിക്കുക. എന്നിട്ട് അതിനെ ബഡ്സിലോട്ട് ചേർത്തൊട്ടിച്ച് കൊടുക്കണം. ഇത് ഫുള്ള് ഇത്തിരി മുറുക്കെ തന്നെ ടൈറ്റായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കണം. ഫുള്ള് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് എഡ്ജും സെലോ ടേപ്പ് വെച്ച് നല്ലപോലെ ടൈറ്റായിട്ട് വെക്കണം. എന്നിട്ട് ഓരോ ഇതെല്ലാം ഇങ്ങനെ താഴോട്ട് ചുമ്മാ ആക്കി കൊടുക്കുമ്പോൾ ഒരു പൂവെല്ലാം നമുക്ക് വിരിഞ്ഞ് കിട്ടും. ഇതിപ്പം കട്ട് കിട്ടാനായിട്ട് ഞാൻ പ്ലാസ്റ്റിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പേപ്പർ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ചില പേപ്പറൊക്കെ ആയാലും വിരിഞ്ഞ് നിൽക്കും. അപ്പോൾ നോർമൽ പേപ്പർ ആകുമ്പോൾ ഇച്ചിരി കട്ടി കുറയും. 2 റോളൊക്കെ എടുത്താൽ കുഴപ്പമില്ല. ഇതിപ്പം അടുത്തതിന് ഇതിലാകുമ്പോൾ ഒന്നും കൂടെ ബ്രൈറ്റ് കളർ ആയതുകൊണ്ട് വ്യക്തമായിട്ട് കാണാം. എന്നിട്ട് അതിൽ തട്ട് കൊടുക്കുമ്പോൾ പോലെ കിട്ടും. അതുപോലെ നമുക്ക് കുറച്ചെണ്ണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. സെയിം പ്രോസസ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ ബേസിന് വേണ്ടി ഞാനിപ്പം മരുന്ന് വാങ്ങിക്കുമ്പം സിറപ്പ് അളക്കാൻ എടുക്കുന്ന ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. അതിനെ കവർ ചെയ്യാനായിട്ട് അതിൻ്റെ വീതിയിലൊരു പേപ്പർ എടുത്തിട്ട് അതിന് ടേപ്പ് വെച്ച് തന്നെ ഞാൻ ഒട്ടിച്ച് കൊടുക്കുക. എനിക്ക് ഒറ്റ ലെങ്തിൽ ഫുൾ കവർ കിട്ടിയില്ല, അതുകൊണ്ട്. എന്നിട്ട് എൻ്റെ പീസായിട്ട് എടുത്തിട്ട് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വേറൊരു പീസും കൂടെ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഫുള്ള് കവറായിട്ട് കിട്ടും. നമ്മളത് ഫുള്ള് കവർ ചെയ്തെടുത്തു. ഇനി അറേഞ്ച് ചെയ്യാനായിട്ട് നോർമൽ കാർഡ്ബോർഡ് ആയാലും മതി. ഇതിപ്പോൾ പാഴ്സൽ വന്നൊരു ഇങ്ങനത്തെ കാർഡ്ബോർഡാണ്, ഞാനത് എടുത്തുവെന്നേ ഉള്ളൂ. നോർമൽ കാർഡ്ബോർഡിൻ്റെ ഒരു സ്ട്രിപ്പ് എടുത്ത് റോൾ ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ചാലും മതി. ഈ മേലിൽ വരുന്ന ഈ ഗ്യാപ്പിൽ ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് ഇത് വെക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്ര അറേഞ്ച് ചെയ്ത് കൊടുത്തപ്പം തീരെ ഇല്ലാത്ത പോലെ തോന്നി. സോ ഞാൻ കുറച്ചെണ്ണം കൂടെ ഉണ്ടാക്കിയിട്ട് മൊത്തത്തിൽ ഒന്നുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. എങ്ങനെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടു?